എല്ലാവർക്കും ഡേ 4 വരാഹി മോർണിംഗ് ആൻഡ് ഈവനിങ് പ്രെയറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ നമ്മൾ 4-ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. വാരാഹി അമ്മയുടെ മോർണിംഗ് ഈവനിങ് പ്രെയറിലെ 4-ാമത്തെ ദിവസമാണ്. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന കാര്യം ലാസ്റ്റത്തെ വീഡിയോസിലൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രെയറിലും എല്ലാവരെയും ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ ആവശ്യവും കാര്യവും എല്ലാം എന്ന് വെച്ചാൽ പേരും നാളും ഒക്കെ മെൻഷൻ ചെയ്തിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ. വാരാഹി അമ്മയെക്കുറിച്ച് അറിയാത്തവർക്കായിട്ട് ഒന്നുകൂടി ഞാൻ പറയുന്നുണ്ട്. വാരാഹി അമ്മ എന്ന് പറയുന്നത് വരാഹ രൂപം പൂണ്ട ദേവിയാണ്. ദേവി ഭയങ്കര പവർഫുള്ളാണ്. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ സാധിച്ചു തരുന്നതാണ്. ചെയ്യേണ്ടത് ഇത്ര മാത്രം, നമ്മൾ ആഗ്രഹിച്ച് പറയുന്ന കാര്യങ്ങൾ വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാര്യങ്ങൾ നടക്കും. ചിലരൊക്കെ ഇതിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് നമുക്ക് അശുദ്ധമായിരിക്കുന്ന സമയത്ത് പറ്റുമോ എന്നുള്ളത്. അശുദ്ധമായിരിക്കുന്ന സമയത്ത് നമുക്ക് ദേവിയെ ആരാധിക്കുന്നതിന്, അതായത് ആരാധിക്കുക മീൻസ് ധ്യാനിക്കുന്നതിന് തെറ്റില്ല. നമ്മൾ അല്ലാതെ പൂജകളോ നിഷ്ഠകളോ അങ്ങനെ ഒന്നിനും തന്നെ നമ്മൾ ചെയ്യാറില്ല ആ ഒരു സമയം. പക്ഷേ ധ്യാനിക്കുന്നതിന് തെറ്റൊന്നുമില്ല. ദേവിയുടെ മന്ത്രം നമ്മൾ ധ്യാനിക്കുക, അത് ഉറപ്പായിട്ടും അത് നടക്കുന്നതാണ്. അതുപോലെ നമ്മൾ നോർമലി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പലരും ചോദിച്ചു പൂജയൊക്കെ ചെയ്തിട്ടല്ലേ പ്രാർത്ഥിക്കേണ്ടതെന്ന്. അങ്ങനെയൊന്നുമില്ല. ദേവിയുടെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ പോലും അതിന് മുന്നിൽ ഒരു വിളക്ക് കത്തിച്ചിട്ട് നിങ്ങൾക്ക് മന്ത്രം ഉരുവിടാം. അതല്ല നിങ്ങൾക്ക് അങ്ങനെയുള്ള സാഹചര്യം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ തന്നെ ഫോട്ടോസ് കിട്ടുമല്ലോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എന്താ പറയുക, പ്രാർത്ഥിക്കാവുന്നതാണ് കേട്ടോ. അപ്പം എല്ലാത്തിനും ഉപരി ഞാൻ പറയുന്ന കാര്യം വിശ്വാസമാണ്. അപ്പോൾ വരാഹി ദേവിയുടെ മന്ത്രജപം സാധാരണ വരുന്നത് രാത്രി കാലങ്ങളിൽ ജപിച്ചാലാണ് കൂടുതൽ ശക്തി ഉണ്ടാവുക. അതായത് ദേവിയുടെ അനുഗ്രഹം പെട്ടെന്ന് ഭരിക്കുക എന്ന് പറയും. പക്ഷേങ്കിൽ നമുക്ക് കൺവീനിയൻറ്റ്, നമുക്ക് ആ ഒരു സമയം ചിലപ്പോൾ നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഡ്യൂട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ വേണ്ടുന്ന ഏതാണ് നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈം, അതനുസരിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പം ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ദേവിയുടെ അനുഗ്രഹം ലഭിക്കുവാനായിട്ട് ആദ്യം വേണ്ടത് വിശ്വാസമാണ്. വിശ്വാസത്തോടു കൂടി മാത്രമേ ദേവിയുടെ മന്ത്രം ജപിക്കാവുള്ളൂ. സത്യം. അതുപോലെ ദേവിയുടെ അമ്പലം എവിടെയാണെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് പറയുന്നു. നമ്മൾ തിരുവനന്തപുരത്താണെന്നുണ്ടെങ്കിൽ ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം പേട്ട എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അപ്പോൾ ഞാൻ അവിടെയാണ് പോയിട്ടുള്ളത്. ലാസ്റ്റത്തെ ഫ്യൂ ഡേയ്സ് മുന്നേ ഉള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അവിടെ എത്തിയിട്ട് ഒരു നേർച്ചയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നേർച്ച എന്ന് പറയാനായിട്ട് ഒരാൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, അല്ലാതെ പ്രൊമോഷണൽ വീഡിയോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അതായത് നമുക്ക് അവിടെ ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം പേട്ട, അപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് എത്താനായിട്ട് വലിയ ദൂരമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ എത്തും ഓട്ടോയിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ ബസ് തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൺവീനിയൻ്റ് അനുസരിച്ച് നിങ്ങൾ നോക്കുക എത്താനുള്ളത്. അത് എത്തിക്കഴിഞ്ഞ ശേഷം അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഉള്ളിൽ കയറിയ ശേഷം ലെഫ്റ്റ് സൈഡ്, അതായത് ഒരു ചെറിയൊരു ഇടവഴിയിലാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇടവഴി നേരെ സ്ട്രെയിറ്റ് പോയി ലെഫ്റ്റ് എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ദേവിയുടെ അമ്പലം ശരിക്കും അറിയാൻ പറ്റും. അകത്തേക്ക് പോയി ലെഫ്റ്റ് സൈഡിൽ രസീത് എഴുതുന്ന ഭാഗമുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേർച്ച, അതായത് 12 തവണയാണ് ഈ ഒരു നേർച്ച ചെയ്യേണ്ടത്, 12 പ്രാവശ്യമായിട്ട്. അതായത് അന്നേ ദിവസമല്ല, അങ്ങനെ 12 തവണകൾ നിങ്ങൾ വന്ന് അമ്പലത്തിൽ വിസിറ്റ് ചെയ്ത് ഈ ഒരു നേർച്ച ചെയ്താൽ ആഗ്രഹിച്ച കാര്യം സാധിക്കും എന്നുള്ളതാണ്. അതിലെന്താണ് ആ ഒരു ഇതെന്ന് പറയാം. അത് ആദ്യം എന്ന് പറയുന്നത് 2 പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്. ദേവിയുടെ പ്രതിഷ്ഠ, മെയിൻ പ്രതിഷ്ഠ ഒന്നെന്ന് പറയുന്നത് ദുർഗാദേവിയുടെയും പിന്നെ ഒന്ന് നമ്മുടെ വാരാഹി ദേവിയുടെയും. അതിൽ രസീത് എഴുതുമ്പോൾ നിങ്ങൾക്ക് അവിടെ നവദീപവും പിന്നെ നാളികേര ദീപവും, ഇത് രണ്ടിനുമാണ് രസീത് എഴുതുന്നത്. ഒരാളുടെ പേരിലായിരിക്കണം രണ്ടും നമ്മൾ നക്ഷത്രം പറഞ്ഞ് എഴുതിക്കേണ്ടത്. അതിന് 300 രൂപ മറ്റോ ആണ്. അപ്പോൾ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ആഗ്രഹം സാധിക്കും. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് നവദീപമാണ് അവർ തരുന്നത്. ബില്ല് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇപ്പുറത്തെ സൈഡിൽ തന്നെ ഒരു അപ്പൂപ്പനുണ്ടല്ലോ, അവർ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം സെറ്റ് ചെയ്ത് അവർ തിരിയൊക്കെ ഇട്ട് നവദീപം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 9 വിളക്കാണ് നവദീപം. അതൊരു തട്ടത്തിലുണ്ടാവും. അത് ആ ഒരു തിരിയൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് നല്ല റെഡിയാക്കി വെച്ച ശേഷം നമ്മൾ റൈറ്റ് സൈഡിൽ കുറേ ഇങ്ങനെ വിളക്ക് ഇങ്ങനെ തെളിയിച്ച് വെച്ചിട്ടുണ്ടാവും. അവിടെ നിന്ന് പോയിട്ട് ഇതിലെ ഓരോ വിളക്കും
തെളിയിക്കുക. തെളിയിച്ച ശേഷം നിങ്ങൾ ആ ഒരു ചുറ്റമ്പലം മൊത്തം വലം വെച്ച് ദുർഗാദേവിയുടെ അവിടെ വന്ന് നല്ലപോലെ 3 പ്രാവശ്യം ആരതി ഒഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ദേവിയുടെ നടയിൽ കൊണ്ടുവയ്ക്കുക, ദുർഗാദേവിയുടെ നടയിൽ കൊണ്ടുവയ്ക്കുക. അതുപോലെ നാളികേര ദീപവും 3 പ്രാവശ്യം ഒഴിഞ്ഞ ശേഷം വാരാഹി ദേവിയുടെ നടയിൽ ഒഴിഞ്ഞ ശേഷം അവിടെ നിന്ന് ചുറ്റമ്പലം ചുറ്റി വന്ന് ദേവിയുടെ നടയിൽ, വാരാഹി ദേവിയുടെ നടയിൽ കൊണ്ടുവയ്ക്കുക. ഇതാണ് ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങൾ 12 തവണ വന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഗ്രഹം സഫലീകരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഇന്നത്തെ ദിവസത്തെ മന്ത്രം എന്ന് പറയുന്നത് ഏതാണെന്ന് ഞാൻ ഇതിനകത്ത് പറയുമ്പോൾ അത് ശ്രദ്ധയോടെ 21 തവണ ജപിക്കേണ്ടതാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ഉയർച്ച, അവരുടെ സിദ്ധിക്കും ബുദ്ധിക്കും നല്ലതാണ് ഈ ഒരു മന്ത്രം. അവരെ കൊണ്ട് പറയിച്ചാലും അത്രയും നല്ലതാണ്. അതുപോലെ കുടുംബ ഐക്യം, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും ഏറ്റവും ഉത്തിഷ്ടമായ അല്ലെങ്കിൽ നല്ലൊരു മന്ത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ പ്രാർത്ഥിച്ചെടുക്കുകയും വേണം. അതുപോലെ ഞാൻ പറയുന്നത് പോലെ വലിയ പൂജകളോ നിഷ്ഠകളോ ഒന്നും തന്നെ വാരാഹി ദേവിക്കില്ല. അപ്പോൾ ഏതാ മന്ത്രം എന്നുള്ളത് ഞാൻ പറയാം, കൂടെ ജപിക്കുക. അറിയാത്തവർക്ക് മാത്രമായിട്ടാണ് ഈ ഒരു നേർച്ചയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. ഓം താരുണ്യേ നമഃ, ഓം വിശ്വേശ്വരിയേ നമഃ, 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 ഓം താരുണ്യേ നമഃ,